CPM-ന് വേണ്ടി ഒരു ഉറപ്പില്ലാണ്ട് എന്ത് വിടുപണിയും ചെയ്യുന്ന നാണം കെട്ടവനാണ് വടകരയുടെ SP KE ബൈജു എന്ന് ഇന്നലകളിൽ കേരളം കണ്ടതാണ്. അത് തന്നെയാണ് പേരാമ്പ്രയിൽ നമ്മൾ കണ്ടത്. ആ നാണം കെട്ടവൻ ബൈജു ആദ്യം പറഞ്ഞു ഞങ്ങള് MP അടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോ പിന്നെ പറഞ്ഞു MP-ക്ക് അടിയേറ്റിട്ടുണ്ട്, ഞങ്ങൾ പരിശോധിക്കും. പിറ്റേ ദിവസം ഇതേ SP പറയുകയാണ് അവരുടെ പാർട്ടികളിലെ അവരുടെ പോലീസുകാരുടെ യോഗത്തിൽ ഷാഫി പറമ്പിൽ MP-യെ ബോധപൂർവം ചിലർ അടിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ ഇടയിൽ നിന്ന് ചിലരാണ് അത് ചെയ്തത്, അതാരാണ് എന്ന് AI-യുടെ സഹായത്തോടെ ഞങ്ങൾ കണ്ടെത്തുമെന്ന് ഇതേ SP-ക്ക് പറയേണ്ടി വന്നു. അത് പറഞ്ഞിട്ടിപ്പോ ദിവസം 10 കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെ അതുമായി ബന്ധപ്പെട്ട മറ്റൊരു നടപടി ഉണ്ടായിട്ടില്ല. AI-യുടെ സാങ്കേതിക മികവോടുകൂടി അടിച്ചാലുകളെ ഞങ്ങൾ കണ്ടെത്തുമെന്ന് പറയുമ്പോ ഇതുവരെ അതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണവും പിന്നീട് മുന്നോട്ട് പോയിട്ടില്ല. എന്നാൽ 10-ാം തീയതിയാണ് അവരുടെ ഇത്തരം പ്രസ് മീറ്റും കാര്യങ്ങളും. 10 കഴിഞ്ഞ് 11 കഴിഞ്ഞ് 12 കഴിഞ്ഞ് 13-ാം തീയതി ഇപ്പൊ പേരാമ്പ്രയിൽ മത്സ്യപ്പ CPM-ന്റെ ഉള്ളിലെ ഉൾവലികളും തർക്കങ്ങളും നമ്മൾ പറയണ്ടല്ലോ. പേരാമ്പ്രയിലെ CPM-ലുള്ള തർക്കത്തെ കുറിച്ച് ഒരു നിയമസഭാ സീറ്റുണ്ട്, ആളുകൾ 6 ആണ് ഒരു ഭാഗത്ത് അല്ലേ, 6 ആളുകൾ തർക്കത്തിലാണ്. ആരെ കിട്ടിയാലും എങ്ങനെ കിട്ടിയാലും അടിക്കാൻ നിൽക്കുകയാണ്. അങ്ങനെയുള്ള ഘട്ടത്തിലാണ് 13-ാം തീയതി വൈകിട്ട് 5 മണിക്ക് നേരത്തെ പറഞ്ഞ കൂട്ടത്തിലെ ഒരു മഹാൻ ഒരു പത്രസമ്മേളനം നടത്തുന്നു. പോലീസിന് നേരെ സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. 9-ാം തീയതി അടി കഴിയുന്നു, 10-ാം തീയതി ഷാഫി പറമ്പിലിനെ ആക്രമിക്കുന്നു, 10-ാം തീയതി കഴിഞ്ഞ് 11-ാം തീയതി കഴിഞ്ഞ് 12-ഉം 13-ഉം കഴിഞ്ഞ് 13-ാം തീയതി 5 മണിക്ക് ഈ പേരാമ്പ്രയിലെ ഒരു മഹാനാണ്, അയാൾ പത്രസമ്മേളനം നടത്തുകയാണ്. ഷാഫി പറമ്പില് അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളെ കൊണ്ട് സ്ഫോടന വസ്തു എറിഞ്ഞിട്ടുണ്ട് എന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിക്കണം, അങ്ങനെ ഒരു സ്ഫോടന വസ്തു 10-ാം തീയതിയിൽ അവിടെ എവിടെയെങ്കിലും പ്രയോഗിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഒരു SP-യും 2 DYSP-മാരും 1 ഡസൻ CI-മാരും 100-ലേറെ പോലീസുകാരുമുള്ള ഒരു സ്ഥലത്ത് എന്തെങ്കിലും സ്ഫോടനത്തിന്റെ ഒരംശം, സ്ഫോടക വസ്തുവിന്റെ ഒരു അംശം ഉണ്ടായിരുന്നു എന്ന് ശ്രദ്ധയിൽപ്പെട്ടാൽ 11-ാം തീയതിയിലെ രാവിലെ ഇവിടെ ബോംബ് സ്ക്വാഡ് വരും. 11-ാം തീയതി രാവിലെ ആ സ്ഥലം ഫ്രീസ് ചെയ്യും. ഇനി സ്ഫോടനം ഉണ്ടായിരുന്നെങ്കിൽ 10-ാം തീയതി രാത്രി തന്നെ ആ സ്ഥലം ഫ്രീസ് ചെയ്യപ്പെടുമായിരുന്നു. പക്ഷേ അതൊന്നും ഉണ്ടായില്ല. 10-ഉം കഴിഞ്ഞ് 11-ഉം കഴിഞ്ഞ് 12-ഉം കഴിഞ്ഞ് 13-ന് വൈകിട്ട് 5 മണിക്ക് CPM-ന്റെ നേതാവ് പത്രസമ്മേളനം നടത്തി. അന്ന് 7:10-ന് പോലീസ് പുതിയ FIR ഇട്ടു. പുതിയ FIR-ൽ പറയുന്നത് നമ്മളുടെ പ്രവർത്തകർ കലാപമുണ്ടാക്കാൻ സ്ഫോടനത്തിന് ശ്രമിച്ചു എന്ന്. പ്രിയപ്പെട്ടവരെ, ഇതെന്തായാലും കേരളത്തിന്റെ പൊതുസമൂഹത്തോടുള്ള വെല്ലുവിളിയാണ്. ആദ്യം ഷാഫി പറമ്പിലിനെ ആക്രമിച്ചിട്ടില്ലെന്ന് പറഞ്ഞു, പിന്നീട് നമ്മൾ സ്ഫോടനമുണ്ടാക്കിയെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട DCC പ്രസിഡന്റ് ഒരു പത്രസമ്മേളനം നടത്തി. അവിടെ എന്തെങ്കിലും സ്ഫോടനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സ്ഫോടനമുണ്ടായത് പോലീസുകാരന്റെ കയ്യിൽ അവർ കരുതിയ ഗ്രനേഡിൽ നിന്നോ അല്ലെങ്കിൽ ടിയർ ഗ്യാസിൽ നിന്നോ ആണ് എന്ന് തെളിവ് സഹിതം പറഞ്ഞപ്പോ അതോടുകൂടി ആ വാദങ്ങളും പൊളിഞ്ഞുപോയി. ഇവിടെ ഇപ്പൊ ഈ രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ. ആടിനെ പട്ടിയാക്കാൻ ബഹുകേമന്മാരാണ് ഇവിടുത്തെ CPM. ആടിനെ പട്ടിയാക്കാനും പട്ടിയെ പേപ്പട്ടിയാക്കാനും പേപ്പട്ടിയെ തല്ലിക്കൊല്ലാനും മുതിരുന്ന CPM-ന്റെ കീപർസ്യം തന്ത്രമുണ്ടല്ലോ. അത് ഈ പേരാമ്പ്രയിൽ എടുത്ത് ചിലവാക്കുന്ന CPM-കാരോട് ഞങ്ങൾ പറയുന്നു, കാലം മാറിയിട്ടുണ്ട്. CPM-നെ അതങ്ങ് കയ്യിൽ വെച്ചാൽ മതി എന്ന് അവർ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പൊ ജനങ്ങളെല്ലാം കാണുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ജനങ്ങളെ വെല്ലുവിളിക്കുമ്പോ നിങ്ങൾ ആലോചിച്ചോ, ജനങ്ങളെ നിങ്ങൾ ഇങ്ങനെ വെല്ലുവിളിക്കുമ്പോ നിങ്ങളെ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് തരാനുള്ളത് ജനങ്ങൾ തരും. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? അതുകൂടി പറഞ്ഞ് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഇതെല്ലാം എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, കോടാനുകോടി കണക്കിന് മനുഷ്യരുടെ ആശ്രയവും അഭയകേന്ദ്രവുമാണ് ശബരിമല. കോടാനുകോടിക്കണക്കിന് വിശ്വാസികളുടെ അഭയകേന്ദ്രമാണ് ശബരിമല. ആ അഭയകേന്ദ്രത്തിൽ അയ്യപ്പന് നൽകിയ കാണിക്കയായി കൊടുത്ത സ്വർണം പോലും കട്ടുകൊണ്ടുപോകുന്ന പിണറായി വിജയനെയും കൂട്ടരെയും ജനങ്ങള് തിരിച്ചറിയുമ്പോ ആ കൂട്ടർക്കെതിരെ ജനങ്ങൾക്കിടയിൽ നിന്ന് വലിയ വികാരം വരുമ്പോ, ചർച്ചകൾ ഉണ്ടാകുമ്പോ ആ ചർച്ചയെ വഴിതിരിച്ചുവിടാൻ വേണ്ടി പേരാമ്പ്രയിൽ ഒരു കലാപം സൃഷ്ടിക്കാൻ CPM-ന്റെ കൊട്ടേഷൻ ഏറ്റെടുത്ത ആളുകളായി ഇവിടുത്തെ SP ബൈജുവും DYSP ഹരിപ്രസാദും ഈ അഭിലാഷ് എന്ന് പറയുന്ന തെമ്മാടിയും ഒക്കെ മാറുമ്പോ അതിനെ തിരിച്ചറിയാനും അതിനെ ജനാധിപത്യ രീതിയിൽ പ്രതിരോധിക്കാനും ഇവിടുത്തെ UDF പ്രവർത്തകർ ഉണ്ടാകുമെന്ന് ആ CPM-കാരോട് ഞങ്ങൾ കൃത്യമായി ഓർമ്മപ്പെടുത്തുകയാണ്.